നമസ്കാരം, എല്ലാവർക്കും ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ സ്റ്റോക്ക് സ്ക്രീനിങ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ഈസി ചാർട്സുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഏറ്റവും അവസാനമായിട്ട് ചെയ്ത വീഡിയോയും ഈസി ചാർട്സ് ആയിട്ട് റിലേറ്റഡ് ആയ വീഡിയോ തന്നെയായിരുന്നു. ബട്ട് ആ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് സ്ക്രീനേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഷോർട്ട് ടേം ട്രേഡ് ചെയ്യാം, പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെ ഷോർട്ട് ടേം ട്രേഡ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാന്നുള്ളതായിരുന്നു ഒരു ലൈവ് ട്രേഡിലൂടെ നമ്മൾ നോക്കിയിട്ടുണ്ടായത്. ബട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയ ഈ ഒരു സെയിം ബ്രേക്ക്ഔട്ട് സ്ക്രീനേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ഒരു പ്രോപ്പറായിട്ട് റിസ്ക് അതിന് അനാലിസിസ് ചെയ്ത് എങ്ങനെ ഒരു പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്തിട്ട് ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ലൈവ് ട്രേഡാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ബട്ട് ഇതിന് മുന്നേ ഞാൻ ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഔട്ട് സ്ക്രീനേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോസിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങളൊരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്സ്റ്റോക്സിൻ്റെയും അതുപോലെ തന്നെ സെർവോദയുടെയും പ്ലാറ്റ്ഫോം റെക്കമെൻഡ് ചെയ്യാണ്. രണ്ട് പ്ലാറ്റ്ഫോമിൽ വലിയ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂസും അതിൻ്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നിക്കൽ അനാലിസിൻ്റെ പെയ്ഡ് കോഴ്സിൽ നിങ്ങൾക്ക് 2 വീക്കിൻ്റെ ഫ്രീ ആക്സസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എനിക്ക് താഴെ കൊടുത്തിട്ടുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ യൂസർ ഐഡി ഷെയർ ചെയ്താൽ മതി. ഞാൻ ഒരു കോഴ്സിൻ്റെ ആക്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ സ്ക്രീനിങ് പ്ലാറ്റ്ഫോമുള്ള ഈസി ചാർട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഔട്ട് സ്ക്രീനേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇൻട്രാഡേ അക്കൗണ്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം ഓൾറെഡി യൂസ് ചെയ്യുന്ന ആൾക്കറിയാം, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ 3 ബ്രേക്ക്ഔട്ട് സ്ക്രീനേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഏത് സ്ക്രീനർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻട്രാഡേക്കായാലും അതുപോലെ തന്നെ ഷോർട്ട് ടേം ട്രേഡ് ചെയ്യാനായാലും ഏത് സ്ക്രീനർ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. ബട്ട് എൻ്റെ പേഴ്സണൽ കേസിൽ നോക്കുകയാണെങ്കിൽ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഈ ഫസ്റ്റ് 2 സ്ക്രീനേഴ്സാണ്. ബ്രേക്ക്ഔട്ട് സോൺ ക്ലോസ് 6 മന്തും അതുപോലെ തന്നെ ബ്രേക്ക്ഔട്ട് സോൺ ക്ലോസ് 6 മന്ത് ലോ വോൾ എന്ന് പറയുന്ന ഈ 2 സ്ക്രീനേഴ്സാണ് ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യാറ്. കാരണം എന്ന് പറയുന്നത് ഈ 2 സ്ക്രീനേഴ്സ് എന്ന് പറയുന്നത് ക്ലോസിംഗ് പ്രൈസ് ബേസ്ഡ് ആണ്. ഈ ഒരു സ്ക്രീനർ എന്ന് പറഞ്ഞാൽ ഹൈ ബേസ്ഡ് ആണ്. അപ്പോൾ മേ ബി കുറച്ചും കൂടി പല കേസിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കുറച്ചും കൂടി ഏർലി നമുക്ക് എൻട്രി എടുക്കാൻ ഈ ഒരു ക്ലോസിങ് നമ്മൾ ഈ 2 സ്ക്രീനേഴ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും ഈ ഒരു സ്ക്രീനർ വെച്ച് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതും ഈവൺ നിങ്ങളായിട്ട് വീഡിയോസ് ആയാലും ചെയ്യുന്ന സമയത്ത് ഈ ഒരു 2 സ്ക്രീനേഴ്സിനെ കൂടുതലായിട്ട് ഞാൻ കൂടുതലും ഡിസ്കസ് ചെയ്യാൻ കാരണം ഈ ഒരു റീസൺ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ബ്രേക്ക്ഔട്ട് സോൺ ക്ലോസ് 6 മന്ത് ലോ വോൾ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ സ്ക്രീനർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് വെച്ച് ഇൻട്രാഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഞാൻ നോക്കുന്നത് 200 എബോവ് ഉള്ള സ്റ്റോക്കിലാണ് കൂടുതലും പ്രിഫർ ചെയ്യാറ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 53 രൂപയുടെ ഒരു സ്റ്റോക്ക് ഉണ്ട്, 500+ സ്റ്റോക്ക് ഉണ്ട്, രൂപ എന്ന് പറഞ്ഞ സ്റ്റോക്ക്. അപ്പോൾ കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യാറ് 200+ പ്രൈസ് വരുന്ന സ്റ്റോക്കിലാണ് കൂടുതലും പ്രിഫർ ചെയ്യാറ്. അറ്റ്ലീസ്റ്റ് 100+ എങ്കിൽ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ, സേഫ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഞാനിവിടെ രൂപ എന്ന് പറയുന്ന സ്റ്റോക്ക് ഇവിടെ സെലക്ട് ചെയ്യാണ്. രൂപ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ വരുന്നു, നമ്മൾ ചാർട്ട് ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾ ഏതാണോ ചാർട്ട് ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഞാൻ ട്രേഡിംഗ് വ്യൂ ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചാർട്ട് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഫസ്റ്റ് ഒരു ഇനീഷ്യലി നമ്മൾ അനാലിസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിം വെച്ചിട്ടാണ്. ഇപ്പോൾ 538 സ്റ്റോക്ക് ഉള്ളത്. ഇപ്പോൾ ഇവിടെ എന്താണ് സ്റ്റോക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ട്രെൻഡ് നോക്കുക. ഓക്കെ, സ്റ്റോക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഹൈലി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഓക്കെ, നോക്കണം പറ്റും നല്ല ഹൈലി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് രൂപ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 100 റുപ്പീസ് ലെവലിൽ നിന്നാണ് ഇപ്പോൾ 530 ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് സ്റ്റോക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ഒരു പുതിയൊരു ബ്രേക്ക്ഔട്ട് മൂവ്മെൻറ്റിന് പോസിബിലിറ്റി ഉള്ള ഒരു ലെവലിലാണ് നമുക്ക് മനസ്സിലാവും. ഓൾമോസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ ബ്രേക്ക്ഔട്ട് ലെവലിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇനി അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സ്റ്റോക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ബ്രേക്ക്ഔട്ട് ലെവലിലാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇൻട്രാഡേ ചെയ്യാൻ വേണ്ടി ഞാൻ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു 2014-9 നമ്മൾ സ്വിംഗ് ട്രേഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഇനി ഇൻട്രാഡേയിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു 2014-9 എന്ന് പറയുന്ന EMA. പിന്നെ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ സ്വിംഗ് ട്രേഡിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ടെക്നിക്കലും നോക്കണം ഫണ്ടമെൻ്റലും നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഈ ഇൻട്രാഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫണ്ടമെൻ്റൽ നോക്കേണ്ട ആവശ്യമില്ല. സ്റ്റോക്ക് ടെക്നിക്കലി മാത്രം അനാലിസിസ് ചെയ്തിട്ട് എൻട്രി കൺസിഡർ ചെയ്താൽ മതി.
ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പാറ്റേൺ ഫോർമേഷൻ വേണമെന്നെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇവിടെ വേണമെന്നെങ്കിൽ ചെറിയൊരു ഒരു ഫ്ലാഗ് പാറ്റേൺ നമുക്കിവിടെ കാണാൻ പറ്റും. മേ ബി നല്ലൊരു ബ്രേക്ക്ഔട്ട് മൂവ്മെൻറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ടൈപ്പ് ഓഫ് ഒരു ഫ്ലാഗ് പാറ്റേണിൻ്റെ ഒരു ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം സ്റ്റോക്ക് ഒരു നല്ലൊരു ബ്രേക്ക്ഔട്ട് ലെവലിലാണ് സ്റ്റോക്ക് ഉള്ളത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ വോളിയം സ്റ്റോക്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കമ്പാരിറ്റീവ്ലി വോളിയം കുറവാണ്. ഇനി മേ ബി കുറച്ചും കൂടി ഒരു കൺഫർമേഷനിലൊരു ഈ ഒരു 540 550 പ്ലസ് ഒക്കെ വരികയാണെങ്കിൽ മേ ബി നല്ലൊരു വോളിയം ഈ ഒരു സ്റ്റോക്കിലേക്ക് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സ്റ്റോക്ക് അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഔട്ട് ലെവലിലാണ് ഉള്ളത് മനസ്സിലായി. ഇനി നമ്മൾ ഇൻട്രാഡേ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ മേജർ ടൈം ഫ്രെയിം ഡെയിലി ടൈം ഫ്രെയിമിലാണ് നോക്കിയത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിനെ ഒരു ചെറിയൊരു ടൈം ഫ്രെയിമിലേക്ക് മാറ്റുക. ഞാൻ ഇനീഷ്യലി ചെയ്യുന്നത് 15 ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ടാണ് നമ്മളിതിനൊന്ന് അനാലിസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 15 ടൈം ഫ്രെയിമിലേക്ക് മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലേക്ക് ഞാൻ മാറ്റി. 15 മിനിറ്റിലേക്ക് മാറ്റിയാൽ എന്താ ഇവിടെ വീണ്ടും ഈ ഒരു സ്റ്റോക്കിന് നമുക്കിവിടെ ചെറിയൊരു ഷോർട്ട് പീരീഡിന് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ഈ സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇന്ന് ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു ഓക്കെ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇപ്പോൾ 538 നമുക്ക് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് സ്റ്റോക്ക് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ടാവും. ഈ ഒരു സ്റ്റോക്ക് ഇന്ന് നല്ലൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു, 542 ഹൈ ക്രിയേറ്റ് ചെയ്തു. പിന്നെ വീണ്ടും ചെറിയ രീതിയിൽ കറക്റ്റ് ചെയ്ത് താഴത്തോട്ട് വന്ന സമയത്ത് എവിടെയാണ് ഈ ഒരു 530 ലെവലിൽ വരെ വന്നൊന്ന് ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടുന്ന് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് തിരിച്ച് കയറി 545ലേക്ക് വീണ്ടും ചെറിയൊരു കറക്ഷൻ നടക്കുകയാണ്. ഇനി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു നമ്മൾ ഈ ഒരു EMA റേഞ്ചസ് ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഇവിടുന്ന് ഒരു തിരിച്ച് ഒരു റിക്കവറി മൂവ്മെൻ്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ 537 സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബ്രേക്ക്ഔട്ട് ഇനി ഈ ഒരു സ്റ്റോക്ക് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു EMA ലെവൽസിൽ കൺസിഡർ 537 ലെവൽസൊക്കെ കൺസിഡർ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇനി അപ്പോൾ അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് ഇനി എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു 1% അല്ലെങ്കിൽ ഒരു 1.5% ഒക്കെ സ്റ്റോപ്പ് ലോസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് ഉള്ളിലാണോ നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നത് നമ്മൾ നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 1% ഇപ്പം ഇതിൻ്റെ 5 രൂപ ഒരു സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 537 എൻ്റർ എടുക്കുകയാണ് നമുക്ക് ഏകദേശം ഈ ഒരു ലെവൽ. അപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു EMAയുടെയും കുറച്ചും കൂടി താഴെയായിട്ടൊരു സ്റ്റോപ്പ് ലോസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ കുഴപ്പമില്ലാത്തൊരു EMAൻ്റെ കുറച്ച് താഴെയായിട്ടൊരു സ്റ്റോപ്പ് ലോസ് കിട്ടി. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ ഇതിൽ എൻട്രി എടുക്കുകയാണ്. ഞാൻ ഒരു 200 ക്വാണ്ടിറ്റി MIS എടുക്കുമെന്നറിയില്ല. എന്തായാലും ഓക്കെ, ഞാനിപ്പം രൂപ 200 ക്വാണ്ടിറ്റി 536.70 എൻട്രി എടുത്തിട്ടുണ്ട്. 536.70 ഞാനിവിടെ ഒരു സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഒരു 531.50 ഞാൻ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് കൊടുത്തു. ഇനി ഞാനിപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ കേസിൽ എക്സ്പെക്ട് ചെയ്യുന്നത് മേ ബി ഈ ഒരു സ്റ്റോക്ക് വീണ്ടും ഈ ഒരു 535-34 ലെവലൊക്കെ മേ ബി ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് വീണ്ടും ഒരു റിക്കവറിയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 531.50 അല്ലെങ്കിൽ നമുക്ക് 531 ഓക്കെ ഈ ഒരു റേഞ്ച് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഒരു റിക്കവറിയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 15 മിനിറ്റ് വെച്ചിട്ടൊന്ന് അനാലിസ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ഒരു ഷോർട്ട് ടൈം ഫ്രെയിമിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി അനാലിസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓക്കെ ഇപ്പോഴും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് ലൈൻ വരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം മേ ബി ഇനി ഒരു സ്റ്റോക്ക് അപ്പോൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യാറ് ഒരു 15 മിനിറ്റിലാണ് ബ്രേക്ക്ഔട്ട് സ്റ്റോക്സിൽ എൻട്രി പ്ലാൻ ചെയ്യുന്നത്. 15 മിനിറ്റിലാണ് കുറച്ചും കൂടി ഒരു ബെറ്റർ ഐഡിയ അല്ലെങ്കിൽ ബെറ്റർ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഇൻട്രാഡേ സ്റ്റോക്സ് വെച്ച് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് വെച്ച് ഇൻട്രാഡേ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കുറച്ചുകൂടി വലിയൊരു ടൈം ഫ്രെയിമിലാണ്. ഇപ്പോൾ നമ്മളിവിടെ എൻട്രീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 30 റുപ്പീസ് പ്രോഫിറ്റിലാണ്. പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം എങ്ങനെയായിരിക്കും സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റും അതുപോലെ തന്നെ എൻട്രിയും സ്റ്റോപ്പ് ലോസും പ്ലാൻ ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതാണ് നമ്മുടെ ടാർഗറ്റ് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ 536 ഈ ഒരു ലെവലിലാണ് നമ്മളിപ്പോൾ എൻട്രി എടുത്തിട്ടുള്ളത്. ഒരു ലോങ് പൊസിഷനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ തൽക്കാലം ഈ ഒരു ലെവൽ റിമൂവ് ചെയ്യാണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു 1%-ൻ്റെ
സ്റ്റോപ്പ് ലോസ് ആണ് കൊടുത്തിട്ടുള്ളത്, 5 രൂപയുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ടാർഗറ്റ് എന്ന് പറയുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് മിനിമം ഒരു ഏറ്റവും കുറഞ്ഞത് അച്ചീവ് വേണ്ടത് നമ്മളൊരു ഒരു 1:1 ആണ് നമുക്ക് അച്ചീവ് വേണ്ടത്, അതായത് 542 ലെവലെങ്കിലും അച്ചീവ് ചെയ്യണം. ബട്ട് ഞാനിവിടെ കുറച്ചും കൂടി ഒരു ഹൈ, കാരണം ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹൈ റിസ്ക് റിവാർഡ് എക്സ്പെക്ട് ചെയ്യുന്നത് നല്ലതാണ്. ഒരു 1:1.5 എങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം, അതാണ് ഏറ്റവും കൂടുതൽ സേഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഒരു 5 രൂപയുടെ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്തു. ഓൾമോസ്റ്റ് ടാർഗറ്റ് കൺസിഡർ ചെയ്ത് ഏകദേശം ഒരു 7 രൂപ 8 രൂപയുടെ ടാർഗറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് വെച്ച് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു കുറച്ചും കൂടി ഒരു ഹൈ റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഒരിക്കലും ഒരു 1:1 ആയാലും മതി, നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 1:1 ആയാലും മതി. ബട്ട് ബെറ്റർ കുറച്ചും കൂടി സേഫ് എന്ന് പറഞ്ഞാൽ ഒരു 1:1.5 അല്ലെങ്കിൽ 1:2 ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററും ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ മാർക്കറ്റ് നമുക്ക് സപ്പോർട്ടീവായ രീതിയിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നെയാണോ കാണിക്കുന്നത് നോക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മാർക്കറ്റ് ഒരു സൈഡ് വേസ് എങ്കിലാണോ എന്നുള്ളത് നോക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ബിയറിഷാണ് മാർക്കറ്റ്, അത്യാവശ്യം നല്ല രീതിയിൽ സെല്ലിങ് നടക്കുന്നുണ്ട് മാർക്കറ്റിൽ. ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ഫോള് വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ 100-200 പോയിൻ്റ് ഫോള് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇന്ന് കുറച്ച് വീക്കാണ്. ഇപ്പോൾ മാർക്കറ്റിൻ്റെ അഗെയിൻസ്റ്റ് ആണ് നമ്മളിപ്പോൾ ഈ ഒരു പൊസിഷൻ ബൈ പൊസിഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും മേ ബി എനിക്ക് തോന്നുന്നത് പെട്ടെന്നൊരു മൂവ്മെൻറ്റ് ഇതിലേക്ക് വരാത്തത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളെടുത്തതിൽ ഇപ്പോൾ ഓക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 270 രൂപ പ്രോഫിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഒന്ന് സ്റ്റേബിളായി ഒരു റിവേഴ്സിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് നമുക്ക് മേ ബി ഒരു പ്രോഫിറ്റ് ലെവലിലേക്ക് മൂവ്മെൻറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോർമലി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് കൂടി നമുക്ക് സപ്പോർട്ടീവ് ആണോ എന്ന് നോക്കുക. അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് നമ്മൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷന് നല്ലൊരു ബിയറിഷ് മാർക്കറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബെറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഒരു ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് മേ ബി നിങ്ങൾക്ക് മൂവ്മെൻറ്റ് കിട്ടാം. ഈവൻ മാർക്കറ്റ് നല്ല ഫോളിംഗ് ആണെങ്കിലും മേ ബി ഒരു മൂവ്മെൻറ്റ് കിട്ടാം. ബട്ട് എപ്പോഴും സേഫ് എന്ന് പറയുന്നത് മാർക്കറ്റ് കൂടി സപ്പോർട്ടീവായി നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എൻട്രീസ് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ എൻട്രി എടുത്ത ലെവലിൽ നിന്ന് ചെറിയൊരു പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത്. ബട്ട് നമുക്ക് നോക്കാം എന്തായാലും മൂവ്മെൻറ്റ് കിട്ടുമല്ലോ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ രൂപ എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം സ്റ്റോക്ക് ഏകദേശം 541 ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ 5 രൂപേൻ്റെ അടുത്ത്, അതായത് നമ്മൾ നോക്കുമ്പോൾ 1:1 നമ്മൾ കൊടുത്തൊരു 1:1 ലെവലിലേക്ക് സ്റ്റോക്ക് അപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടിട്ടുണ്ടാകും, നിങ്ങൾ നോക്കി കാണാൻ പറ്റും ഒരു വലിയൊരു ഹ്യൂജ് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ ഓൾമോസ്റ്റ് കോസ്റ്റ് ലെവലിലേക്ക് വീണ്ടും സ്റ്റോക്ക് ഫോളോ ആയിട്ടുള്ളത്. ഇനി ഈ ഒരു ഫോളിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മാർക്കറ്റിൽ ഇപ്പോൾ വീണ്ടും ഒരു നല്ലൊരു രാവിലെ ഒരു ചെറിയൊരു രീതിയിൽ ബിയറിഷ് ആയിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 12-1 മണിക്ക് ശേഷം നല്ല സെൽ ഓഫ് വീണ്ടും മാർക്കറ്റിലേക്ക് വന്നു. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 1700 ലെവലിലേക്ക് മാർക്കറ്റ് ലോ വന്നിട്ട് പിന്നെ ചെറിയൊരു റിക്കവറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിക്കവറിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സ്റ്റോക്കും അത്യാവശ്യം രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു അത്യാവശ്യം രീതിയിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കാണുന്നുണ്ടാവും ഓൾമോസ്റ്റ് ആ ഒരു 830 ലെവലിൽ നിന്ന് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 100 പോയിൻറ്റ്സ് വീണ്ടും മാർക്കറ്റിലൊരു ഫോൾ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് തന്നെയാണ് നമ്മുടെ സ്റ്റോക്കിലും വന്നിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും അതിലിങ്ങനെ ഒരു ഫോൾ വന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലുണ്ടായ ആ ഒരു സെൽ ഓഫ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ വലിയൊരു ഇത് വന്നിട്ടില്ല, കാരണം ഇപ്പോഴും നമ്മുടെ എബോവ് കോസ്റ്റാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെറിയൊരു പ്രോഫിറ്റിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ട്രേഡ് എടുക്കുന്ന സമയത്ത് മാർക്കറ്റ് നമുക്ക് സപ്പോർട്ടീവ് ആണോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് സപ്പോർട്ടീവ് ആയിട്ടാണ് ചിലപ്പോൾ നിന്നുണ്ടെങ്കിൽ മേ ബി ഇപ്പോൾ തന്നെ നമ്മൾ ടാർഗറ്റ് ചിലപ്പോൾ ഹിറ്റ് ചെയ്യേണ്ടതാണ്. നേരത്തെ ആ ഒരു റൈഡ് കണ്ടിന്യൂ ചെയ്ത് മേ ബി നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ബട്ട് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫോള് ഇത് നമ്മുടെ സ്റ്റോക്കിനെ എഫക്റ്റ് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതുപോലത്തെ ഒരു നല്ലൊരു ബിയറിഷ് അല്ലെങ്കിൽ സെൽ ഓഫ് നടക്കുന്ന ഒരു മാർക്കറ്റിൽ ഇത്തരം ട്രേഡുകൾ എടുക്കുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഒന്നുകിൽ ഒരു ബുള്ളിഷ് മാർക്കറ്റ് അല്ലെങ്കിൽ അത്യാവശ്യം ഒരു വലിയ ഒരു പാനിക് മാർക്കറ്റ് എന്നല്ലാതെ ഒരു നോർമൽ ഒരു ചെറിയ ഒരു 10-50 പോയിന്റ് ഡൗണോ അങ്ങനെയുള്ള ആയാലും നമുക്ക് വലിയ ഇഷ്യൂ ഒന്നുമില്ല. ബട്ട് ഒരു ഹ്യൂജ് ഇത്തരത്തിൽ നല്ല രീതിയിൽ ഫോളോ ആയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ഈ ഒരു ട്രേഡ് എങ്ങനെയാണ് എൻഡ് ചെയ്യാന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റോക്ക് വീണ്ടും അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 541 ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ എൻട്രി എടുത്ത ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 900 റുപ്പീസിൻ്റെ അടുത്തുള്ള പ്രോഫിറ്റ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്.
ഓൾമോസ്റ്റ് ഒരു 4-5 റുപ്പീസിൻ്റെ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1:1 അടുത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങളോട് നോക്കാം, ഇത്രയും സ്റ്റോക്ക് ഇത്രയും മാർക്കറ്റ് ഇത്രയും ഫോൾ ആയിട്ട് ഇപ്പോൾ ഈ ഒരു ചെറിയ സപ്പോർട്ട് എടുത്തിട്ടാണ് നിഫ്റ്റി ഇപ്പോൾ ചെറിയൊരു റിക്കവറി കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ഫോൾ ആയിട്ട് പോലും നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ വലിയൊരു ഫോളോ വന്നിട്ടില്ല. ഇനി ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു EMA റേഞ്ചാണ് നമ്മൾ ഒരു ഇൻഡിക്കേറ്ററായിട്ട് എക്സ്ട്രാ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു ഇൻഡിക്കേറ്റർ, ആ ഒരു EMA ബാൻഡ് നിങ്ങൾ നോക്കുക, ആ ഒരു റേഞ്ച് ഓൾമോസ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് ഇവിടെ ആക്ട് ചെയ്ത് കാണുന്നുണ്ട്. ആ ഒരു ലെവലിന് ഏകദേശം നല്ല രീതിയിൽ അവിടെ റെസ്പെക്ട് ചെയ്തിട്ട് കുറേ സമയം മാർക്കറ്റ് അത്രയും ഫോളോ ചെയ്ത സമയത്തും ആ ഒരു റേഞ്ചിനെ റെസ്പെക്ട് ചെയ്തിട്ടായിരുന്നു സ്റ്റോക്ക് ഓൾമോസ്റ്റ് ട്രേഡ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതാണ് പറഞ്ഞത്, നമ്മളെപ്പോഴും ഈ ഒരു ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു EMA റേഞ്ച് കൂടി നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടി താഴെയായിട്ട്, അപ്പോൾ ഒരു മാക്സിമം സ്റ്റോപ്പ് ലോസ് ഒരു 1.5%, മാക്സിമം 1 to 1.5% ആണ് മാക്സിമം സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യേണ്ടത്. ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് അതിൽ കൂടുതൽ കൺസിഡർ ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമുക്ക് നോക്കാം, അത്യാവശ്യം നമുക്ക് 1:1 മുകളിലൊരു പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, 542.5. ഓക്കെ, ഇത്ര വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് 1000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം, ജസ്റ്റ് ഇപ്പോൾ 543 ആണ് ഇപ്പോൾ സ്റ്റോക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തത്. 543 എന്ന് പറയുമ്പോൾ നമ്മൾ എൻട്രി എടുത്തത് 537 റേഞ്ചിൽ, അപ്പോൾ ഏകദേശം 6 രൂപയുടെ മൂവ്മെൻറ്റ്, അതായത് നമ്മളെ സ്റ്റോപ്പ് ലോസ് 1:1 കൂടുതൽ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു 545 ലെവലിലേക്ക് മൂവ്മെൻറ്റ് കിട്ടുമെന്ന് എന്തായാലും നോക്കാം. ഇപ്പോൾ എന്തായാലും ഇൻട്രാഡേ ഇപ്പോൾ അടുത്ത് ക്ലോസ് ചെയ്യാനായി, നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് കൂടിയാണുള്ളത്. എന്തായാലും ജസ്റ്റ് നമുക്ക് കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം, കാരണം ഒരു നല്ലൊരു വോളിയം കൂടി ഇപ്പോൾ അത്യാവശ്യം സ്റ്റോക്കിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പോസിബിൾ ആണ് നമുക്ക് മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇപ്പോൾ അത്യാവശ്യം നല്ല വോളിയം വന്നു സ്റ്റോക്കിൽ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇത്തരത്തിൽ നമുക്ക് വളരെ നല്ല മൂവ്മെൻറ്റ് നമുക്ക് നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് 1900 രൂപയുടെ പ്രോഫിറ്റ് ബുക്കായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് വെച്ച് ട്രേഡ് ചെയ്തത്. ഞാൻ ഇന്ന് ഈ ഒരു ട്രേഡ് ഇത്ര സക്സസ്ഫുൾ ആയിട്ട് ക്ലോസ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് നല്ല നമ്മൾ രാവിലെ എൻട്രി എടുത്തിട്ട് ഇപ്പോൾ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്തു ഈ ഒരു സ്റ്റോക്കിൽ മൂവ്മെൻറ്റ് വരാൻ. മാർക്കറ്റ് നമുക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു, പക്ഷേ മാർക്കറ്റ് എഗെയിൻസ്റ്റ് ആയിരുന്നിട്ട് പോലും നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലെവലിലേക്ക് പോയില്ല. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ എക്സിറ്റ് ചെയ്ത് എത്രയാണ്, ഞാൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്യാൻസൽ ചെയ്യാണ്. ഓക്കെ, നമ്മളിവിടെ സ്റ്റോക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് 546 ഞാൻ പ്രോഫിറ്റ് ഇട്ട് കൊടുത്തത് 546 ബുക്ക് ചെയ്ത്. ഇപ്പോൾ 549, 550 സ്റ്റോക്ക്. ഇപ്പോൾ ഇത്തരത്തിൽ ഇതാണ് പറഞ്ഞത്, നമ്മൾ ഇത്തരം ബ്രേക്ക്ഔട്ട് സ്റ്റോക്കിൽ കണ്ടു വളരെ നല്ലൊരു എന്താ പറയുക, അത്രയും നല്ലൊരു മൂവ്മെൻറ്റാണ് നമുക്ക് ഈ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കിൽ പലപ്പോഴും മാർക്കറ്റ് ക്ലോസിംഗ് ഹവേഴ്സിൽ കുറച്ചും കൂടി ബെറ്റർ മൂവ്മെൻറ്റ് പല കേസുകളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു ബെറ്റർ ഒരു 1:2 ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഒരു 1:2 നമുക്ക് ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം റിസ്ക് മാനേജ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഒരു വളരെ എളുപ്പത്തിലാണ് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്തത്. നമ്മുടെ സ്ക്രീനർ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്തു. ഇപ്പോൾ നോക്കുക, 552 സ്റ്റോക്ക്, അതായത് നമ്മൾ എക്സിറ്റ് ചെയ്തെടുക്കുന്ന ഒരു 6 റുപ്പീസിൻ്റെ മൂവ്മെൻറ്റ് വന്നു. ഇത് ഞാൻ നമ്മൾ ഓൾറെഡി ഒരു ടാർഗറ്റും ഇതൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് നമ്മളവിടെ ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുക. നമ്മളിത് നോക്കുക, ഇപ്പോൾ റിസ്ക് റിവാർഡ് ഇപ്പോൾ ഒരു 1:1.5 ആണ് നമ്മൾ അച്ചീവ് ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റോക്ക് 3.5% അടുത്തുള്ള ഒരു മൂവ്മെൻറ്റ് സ്റ്റോക്കിൽ വന്നു. 554 എത്തി സ്റ്റോക്ക്. അപ്പോൾ ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് നമുക്ക് സ്റ്റോക്കിലേക്ക് വന്നു. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കുറച്ചും കൂടി കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഈ ഒരു EMA റേഞ്ചിന് താഴെയായിട്ടൊക്കെ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.